സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘം മട്ടന്നൂർ ബ്ലോക്ക് സമ്മേളനം മട്ടന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ എ മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. എം കെ പ്രേമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സി ബാലഗോപാലൻ, എം ദിലീപൻ, എൻ വി മോഹനൻ, പുരുഷോത്തമൻ, കെ രാജൻ എന്നിവർ സംസാരിച്ചു. സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരു ഒറ്റപ്പെടുത്തുന്നവരും സംഘകാരി വരുന്നുണ്ട്. സംഘകാരി എന്തോ ഒരു ഐസൊലേഷൻ, ഒരു നമ്മളെ കൂടെ ചേർന്ന് നിൽക്കേണ്ടവരല്ല, അവരെന്തോ കുറച്ച് മോശക്കാരോ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ആ കാഴ്ചപ്പാടുള്ള ആൾക്കാർ, ആ വിശ്വാസമുള്ള ആൾക്കാർ എല്ലാ മേഖലയിലും കൂടി വരികയാണ്. ഇന്ന് ഓരോ അംഗവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ NGO സംഘിൻ്റെ അല്ലെങ്കിൽ NTUവിൻ്റെ അല്ലെങ്കിൽ പെൻഷനേഴ്സ് സംഘിൻ്റെ അംഗമാണെന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ്. അതോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ശരി, BJP ആവട്ടെ അല്ലെങ്കിൽ സംഘാവട്ടെ, അതിലൊരു അംഗമാണ്, അതിലെ ഒരു ഘടനാണ് ഞാൻ എന്നുള്ളത് ഇപ്പോൾ അഭിമാനപൂർവ്വമാണ് നമ്മൾ എല്ലാവരും കാണുന്നത്, ഒരു അഭിമാനമായിട്ട് കാണുന്നത്. നേരെ മറിച്ച് പണ്ട് നമ്മളെ ആര് അകറ്റി നിർത്തിയിരുന്നവോ അവരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ അവരെ ട്രേഡ് യൂണിയൻ സംഘടനയാകട്ടെ, ഞാൻ പ്രത്യേകം സംഘടനയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അവരെ ട്രേഡ് യൂണിയൻ സംഘടനയാവട്ടെ അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, അവരൊക്കെ അതിലെ ആൾക്കാരൊക്കെ നമ്മളൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോഴേ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ പണ്ടേ മെമ്പർഷിപ്പ് എടുത്ത, അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിൽ തുടരുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.